ചേച്ചി പത്രം. എന്തിടാ? അയ്യോ ചേച്ചിയല്ല ചേട്ടനാ. ഒന്നുമില്ല. അപ്പോ ദൈവമേ, ഇനി ഇവള് എണീറ്റില്ലേ? ഇന്നിനി ഇവള് ജോലിക്ക് പോകുന്നില്ലാവോ? എടി, മണി 6 കഴിഞ്ഞു. എടി ദേ, ഇന്ന് നിന്റെ കുളി തെറ്റും. എന്ത്? എടി, വെള്ളം ചൂടാക്കി വെച്ചിട്ട് അത് ആറിപ്പോയാ നിന്റെ കുളി മുടങ്ങുന്നു. ചെല്ല് 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 ചെല്ല്. പേടിച്ചു. ചായ ഒറ്റ അടി എന്നാണ്ടല്ലോ. തിളപ്പിച്ച് വെച്ചെന്നെ പോയി എടുത്ത് കുടിക്കേ. പോ 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 പോ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഗുഡ് ഗേൾ. വാടമുത്ത ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ല പൈങ്കിളി, എന്റെ ശ്രീകുട്ടി കുട്ടിക്ക് എണ്ണ തേപ്പിക്കുമ്പം പാടടി. അയ്യയ്യോ, എടി തല മുഴുവൻ പേൻ കൊണ്ട് പുഴുത്തിരിക്കുകയാണല്ലോ. സാരില്ല, നാളെ ക്ലാസ്സിലല്ലോ. എനിക്ക് പേൻ നോക്കാൻ വേണ്ടി ഇരുന്ന് തന്നില്ലെങ്കിൽ. അപ്പൊ അമ്മയുടെ തലയിലെ പേനോ? അമ്മയുടെ തലയിലെ പേൻ കളയാനായിട്ടേ ഞാൻ നല്ലൊരു വൈദ്യം കണ്ടുവച്ചിട്ടുണ്ട്. നാരങ്ങയുടെ നീരും തുളസിയിലയുടെ നീരും സമം സമം ചേർത്ത് നിന്റെ അമ്മയുടെ തലയിൽ ഒരു തളം വെച്ച നിന്റെ അമ്മയുടെ തലയിലെ പേനും പോയി കിട്ടും, അമ്മയ്ക്ക് ഇത്തിരി ബുദ്ധിയും കിട്ടും. അതെ, പരീക്ഷണമൊക്കെ അച്ഛനും മോളും കൂടെ നടത്തിയാ മതി. എന്റെ അമ്മ വേഗം കുളിക്കാൻ വാ. ഒഴിക്കട്ടെ. 1 2 3 4. മതി മതി മതി, 4 പ്ലേറ്റ് മതി. ശ്രീയേട്ടാ, ഈ സാരി കഴുകണത് ശരിയാവണില്ല കേട്ടോ. നീ ബാങ്കിലേക്കല്ലേ പോണത്, അല്ലാതെ ഞാറ് നടാനൊന്നുമല്ലല്ലോ. ഇന്നലെ നിന്റെ ഒരു സാരി കഴുകിയപ്പോഴേ ചെളി ഇങ്ങനെ കുറാന്നാ ഇളകുന്നത്. അതേ, സോപ്പ് പൊടിക്കൊക്കെ ഇപ്പൊ നല്ല ചെലവാ. ഉദ്യോഗസ്ഥയായ ഭാര്യ നന്നായിട്ട് പോണമെങ്കിൽ മതി. അയ്യടാ, വലിയൊരു ഉദ്യോഗസ്ഥ. ബാക്കിയുള്ളവനോട് നേരം പരപരാ വെളുക്കുമ്പോ അടുക്കളയിൽ കയറുന്നതാ. അതിനൊന്നും ഇവിടെ ആർക്കും ഒരു പരാതി ഇല്ലല്ലേ? മതി 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 മതി, കൂടുതലൊന്നും പറയണ്ട. ഒന്ന് വേഗം റെഡിയാ. വരുന്നു മോളെ. മോളൂ, ചോറ് മുഴുവൻ കഴിക്കണം, ഒട്ടും വേസ്റ്റ് ചെയ്യരുത്. ഇന്ന് മോൾക്ക് ഇഷ്ടപ്പെട്ട നല്ല കാന്താരി മുളക് ചമ്മന്തിയാ വെച്ചിരിക്കുന്നത്. കാന്താരി മുളകോ? അച്ഛനെന്താ? അത് അമ്മക്കല്ലേ ഇഷ്ടം. അയ്യോ, മറന്നു, മാറിപ്പോയി. മോൾക്ക് നല്ല ബീട്രൂട്ട് കിച്ചടി ഇപ്പൊ കൊണ്ടുവരാം. മോളെ, അമ്മ ഓഫീസിലേക്ക് പോവാട്ടോ. വൈകുന്നേരം കാണാം. ശ്രീയേട്ടാ, ഞാൻ ഇറങ്ങുന്നു. വരുന്നു. മോളുടെ ബീട്രൂട്ട് റെഡി. ഐശ്വര്യമായിട്ടൊരു പൊട്ടൊക്കെ തൊട്ടിട്ട് ഇറങ്ങടി. എടി, താലി എന്തിനങ്ങനെ മറച്ചിടുന്നത്? 4 പേര് കാണട്ടെ. ലേറ്റ് ആയോടി? ഇല്ല. ഇറങ്ങിക്കോ. ബാഗ് എടുത്തോ. എടിയ, മുടി ഇത്തിരിയും കൂടി ഒന്ന് ശരിയായിക്കോട്ടെ. ബാഗ് നേരെ ഇട്. ഒരു മിനിറ്റ്. ശ്രീകുമാറിന്റെ അടുക്കളപ്പണിയൊക്കെ ഒതുങ്ങി കാണുമല്ലേ? എവിടെ എന്റെ ട്രീസേ, ഇനി കിടക്കല്ലേ പണി. അരി ഉഴുന്നും വെള്ളത്തിലിട്ടേച്ചങ്ങോട്ട് പോകുന്നത്. ചെന്നിട്ട് വേണം നീ അത് ആട്ടാൻ. 2 ദിവസം തുണി അലക്കാനുള്ളത് വേറെ കിടക്കണു. ഇതൊക്കെ കഴിഞ്ഞിട്ട് 12:30 ആകുമ്പോഴത്തേക്കും സുജയ്ക്ക് ചോറുമായിട്ട് ബാങ്കിലെത്തണ്ടേ? അല്ല, സുജയ്ക്ക് ചോറും കൊണ്ടുപോയാലെന്താ? നല്ല കഥയായി. ഇത് തന്നെ വെളുപ്പിന് 5:30 മണിക്ക് എണീറ്റിട്ടാ ഞാൻ ഇത്രയെങ്കിലും ഒപ്പിക്കണത്. കാലാവണ്ടേ പ്രിയേ. ജീപ്പ് വന്നു, വാ. ദിവ്യ, മുന്നോട്ടിരുന്നു. മോളെ പിടിച്ചിരുന്നോളേ. നേരം പോയി, പോട്ടെ. ഈ ശ്രീകുമാറിന്റെ ഒരു കാര്യം. എന്താ ശ്രീകുമാർ ഇത്ര ധൃതി? ആ മീൻകാരൻ വരാറായേ. മണക്കാൻ എന്തെങ്കിലും ഇല്ലെങ്കിൽ സുജയ്ക്ക് പറ്റിറങ്ങില്ല. ശ്രീകുമാറിനെ സമ്മതിക്കണം. നിങ്ങളും ഈ പണിയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? അതിന് ഞങ്ങള് വീട്ടമ്മമാരായി പോയില്ലേ? അതിന് ഞാനൊരു വീട്ടച്ഛനായി പോയില്ലേ? അയ്യേ, ഇത് മൊത്തം ചീഞ്ഞ മീനാണെന്ന് തോന്നുന്നു.
ഒന്ന് നോക്കിയെടുക്ക എന്റെ മനുഷ്യ. ഇത് കൊള്ളാം, കാണാൻ കൊള്ളാം. എന്റെ കുറുപ്പേട്ട മീൻ നോക്കി മേടിക്കാൻ പോലും അറിയില്ല. ചേച്ചി ഇത് പിടിച്ചേ. ഇങ്ങോട്ടാണ് ആദ്യം എന്താ ചെകിള പൊളിച്ചിങ്ങനെ നോക്കണം. എന്നെയല്ല ഇങ്ങോട്ട് നോക്ക്. അതൊക്കെ നോക്കി പഠിക്ക എന്റെ മനുഷ്യ. നോക്കി എന്നിട്ടെന്താ മീൻകാരനോട് ചോദിക്കണം, ചേട്ടാ ഈ മീൻ നല്ലതാണോ എന്ന് ചോദിക്കണം. അപ്പൊ പുള്ളി പറയും നല്ലതാണെന്ന് പറയും. അപ്പൊ പിന്നെ കണ്ണും പൂട്ടി സാധനം മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകണം. എന്നാ പിന്നെ ആദ്യം അയാളോടൊന്ന് ചോദിച്ചാ പോലെ. ഞാൻ എന്താ പറഞ്ഞെന്ന് മനസ്സിലായിട്ടില്ല കുറുപ്പേട്ടന്. ഇനി ഒന്ന് ചേച്ചി, നമ്മൾ ഈ ചെകിളയൊക്കെ പൊളിച്ച് മീൻകാരനോട് ചോദിക്കുമ്പോ അയാൾ വിചാരിക്കും നമുക്കെന്തോ വലിയ തേങ്ങ അറിയാന്ന്. അപ്പൊ അയാളെ സത്യവും പറയും, നല്ല മീനും കിട്ടും. അത് ശരിയാ. പക്ഷെ എന്റെ നായർക്ക് തീരെ ബുദ്ധി കുറവാ ശ്രീകുമാറെ. നിന്റെ അമ്മയുടെ നായർക്കാ ബുദ്ധി കുറവ്. ആ ചേച്ചി, ഇതാ ഇതിന്ന് ഒരു 2 എണ്ണ എടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് വരിഞ്ഞിട്ട് ഇഞ്ചിയും പച്ചമുളകും നല്ല മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് ഒരു 3-4 മാങ്ങാത്തോളും കൂടി ഇട്ട് അരച്ചൊരു വെപ്പ് വെച്ചാണ്ടല്ലോ. ദേ കുറുപ്പേട്ട നിലത്തേക്കില്ല. അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ നിലത്തല്ല നിക്കുന്നത്. അത് സാധനം അടിച്ചിട്ടല്ലേ. അപ്പൊ മൊയ്തനെ അയില 4 സ്ഥിരം പറ്റ്. ആയിക്കോട്ടെ. പൊട്ടെ കുറുപ്പേട്ട. പറയുന്ന കേട്ടിട്ട് കൊതിയായിട്ട് വയ്യ. എന്ത് ദേ അങ്ങോട്ടൊന്ന് നോക്കിയേ. പെണ്ണുങ്ങള് ചെയ്യേണ്ട വീട്ടുജോലിയൊക്കെ ചെയ്ത് അവന്റെ നടത്ത പോലും പെണ്ണുങ്ങളെ പോലെ ആയിപ്പോയി. നോക്കണേ, നോക്ക്, പെണ്ണുങ്ങളെ പോലെ അല്ലേ. അസൂയ, മൂത്ത അസൂയ. ആ വിരിഞ്ഞുള്ള നടപ്പൊന്ന് നോക്കി. ആരും ഒന്ന് നോക്കി പോവും. വീട്ടിൽ പൂടി, ഞാൻ മീൻ മാറ്റോണ്ട് വന്നോളാം. അയ്യോ പണ്ടാറടങ്ങാൻ, ഇത് ചീഞ്ഞാന്ന് തോന്നുന്നു. ഈ മീൻ മേടിക്കുമ്പോ നല്ലതാണോ ചീഞ്ഞതാണോ എന്നറിയാൻ എന്താ ഒരു മാർഗം? അയ്യോ, ഇവിടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നോ? ഞാൻ മുമ്പിൽ കിടന്ന് വിളിക്കായിരുന്നു, ആര് കേൾക്കാൻ. അതെ, സുജയില്ലാത്തപ്പോ നിന്റെ ഇങ്ങോട്ടുള്ള വരവ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലല്ലേ. സുജ ഉള്ളപ്പോ വരുന്നതേ എനിക്കും ഇഷ്ടല്ല. ശരി, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത്? പറയട്ടെ. കൊഞ്ചിയാ, നീ കാര്യം എന്താന്ന് വെച്ചാ പറയടി. അതെ, ഈ ബ്ലൗസിന്റെ കക്ഷ ഒന്ന് അടിച്ചു തരാമോ? ഒന്ന് തയ്ച്ചു ചേട്ടാ. അതെ, ഞാൻ ഈ ഓസിനുള്ള തുന്നൽ പണി നിർത്തി. അല്ലാതെ തന്നെ ഇവിടെ പിടിപ്പത് പണിയാ. നീ കക്ഷം തയ്ക്കാൻ വേറെ ആളെ നോക്ക്. ചേട്ടാ പ്ലീസ്, ഈ ഒരു പ്രാവശ്യം കൂടി. ശരി, കൊണ്ടുവാ. ഇതിലല്ല, അപ്പുറത്തെ കൂടെ വാ. പോ പോ പോ, ഇവളെന്റെ കുളി തെറ്റി. പൊന്നോ, ഇതിലും ഭേദാ മീനായിരുന്നു. നിനക്ക് വല്ലപ്പോഴും അലക്കി കൂട്ടിയത്. ഓ പിന്നെ അലക്കാനിട്ട് ഇങ്ങനെ. അപ്പൊ അലക്കിയിരുന്നെങ്കിലോ? ഇപ്പോഴത്തെ തുണിക്കൊന്നും അലയിൽ ഒരു ഈടും ഇല്ല ഏട്ടാ. ഒന്ന് വെയിലത്തിട്ടാ മതി. നിന്റെ കെട്ടിയോൻ ചന്ദ്രൻ വിളിക്കാറില്ലേ ദുബായിന്ന്? ഓ ഉവ്വ. അത് പറയുമ്പോ നിനക്ക് എന്താടി ഒരു ഉത്സാഹക്കുറവ്? അതെ, ഔട്ട് ഗോയിങ് മാത്രമേ ഉള്ളൂ ചേട്ടാ, ഫോണിലൂടെ. ഓ ഓക്കെ, ഇനി മേലാൽ ഈ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്, പോ. അതെ, എന്റെ ഒരു സാരിയുടെ മാച്ചിങ് ബ്ലൗസിന്റെ തുന്നൽ വിട്ടുപോയി. ദേ ഈ ഭാഗത്തായിട്ട് കൊണ്ടുവരട്ടെ. മുറിച്ച് കാട്ടിക്കളയും ഞാൻ. കൊണ്ടുപോടി വിടുന്നു. ആ അമ്മ പറഞ്ഞു. നിന്റെ അമ്മയുടെ നായര് പൊടി വിടുന്നു. അയ്യോ അതല്ല, പിന്നെന്താ? ഇത്തവണത്തെ കുറി അമ്മ വിളിക്കൂന്ന് പറഞ്ഞു. ഓ, കുടുംബശ്രീയുടെ കുറിയല്ലേ. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഞാനില്ല. പക്ഷെ കിട്ടുകയാണെങ്കിൽ ശാരദയിടത്തോട് അത് എടുത്തോളാം പറ. സമയത്രടാ? സമയം എന്തിനാടാ സമയം നോക്കണേ? ദേണ്ട 12:30 വണ്ടി വരെയല്ലേ? എന്ത്? നീ ഇങ്ങോട്ട് വാ. നമുക്കേ ആ ശ്രീകുമാരനെ ഒന്ന് ആക്കി വിട്ടാല. അയ്യോ പാവം, വിട്ടുകളടാ. നീ ചുമ്മാരിടാ. ഡേ ശ്രീകുമാരിയേ, ഒന്ന് നിന്നേ. ഒന്ന് നിക്കു ശ്രീകുമാരി. എന്താ? അതേ, ഇത്തവണ വായനശാലയുടെ വാർഷികത്തിനേ വീട്ടമ്മമാരുടെ കൂട്ടയോട്ട മത്സരം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പേര് കൊടുക്കട്ടെ? പിന്നെന്താ, നല്ല കാര്യല്ലേ. ഇവനൊക്കെ എന്തിനാടാ മീശയും വെച്ച് നടക്കുന്നത്? നോക്കണം. അല്ല രമേശ, ഒരു സംശയം. എന്നെ ഉൾപ്പെടുത്താൻ ഇവിടുത്തെ വീട്ടമ്മമാരെ സമ്മതിക്കോന്നാ? അല്ലെങ്കിൽ തന്നെ കുടുംബശ്രീ നടത്തുന്ന എല്ലാ മത്സരങ്ങൾക്കും ശ്രീകുമാരിക്ക് തന്നെയല്ലേ ഫസ്റ്റ് പ്രൈസ്? എങ്കിൽ പിന്നെ ഉഷാറാവും. ഉമ്മമോനെ റൗക്കിടം കൊടുപ്പിക്കുന്നതാ.
ഇതെടാ. ഇത്ര ഉഷാറാവുന്ന് ഞാൻ വിചാരിച്ചില്ല. വാർഷികം നമുക്ക് കലക്കണ്ടേ? കലക്കണം. ആ വേദനിച്ചാടെ. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ടേ ആ കൗണ്ടറിൽ പേ ചെയ്താൽ മതി. ഓ ശരി. എന്താ സുജയ്, ശ്രീകുമാർ എത്തിയില്ലേ? നിങ്ങൾ കഴിച്ചോ? ശ്രീയേട്ടൻ വന്നോളൂ. ശ്രീകുമാറിന്റെ ഉണക്കച്ചെമ്മീൻ ചമ്മതി ഇല്ലാതെ എന്തൂണ് വരുവെന്നുറപ്പുണ്ട. ഞാൻ വെയിറ്റ് ചെയ്യും. സുജയ്, ശ്രീകുമാറിനെ കാണുന്നില്ലല്ലോ. നിങ്ങൾ കഴിച്ചോ? എന്തായാലും സുജ ഭാഗ്യവതിയാ. ശ്രീകുമാർ എന്ത് വെച്ചാലും നല്ല രുചിയല്ലേ. വീട്ടുജോലി എടുക്കുന്ന ഭർത്താവിനെ കിട്ടാനും യോഗം ചെയ്യണം. എന്റെ വീട്ടിലും ഉണ്ടൊരുത്തി. ഒരു നുള്ളു പഞ്ചാര ഇട്ട് തന്നാൽ തന്നെ ചവർപ്പ് കാരണം വായി വെക്കാൻ പറ്റിയല്ല. ഞാൻ ശ്രീയേട്ടനെ ഒന്ന് നോക്കിട്ട് വരട്ടെ. അതെ, ഈ അടുക്കളപ്പണിക്ക് ആളെ വെക്കുമ്പോ നോക്കിയും കണ്ടും വെച്ചില്ലെങ്കിൽ ശ്രീകുമാർ സുജയെ അടിച്ചോണ്ട് പോയ പോലെ വീട്ടിലെ പെമ്പിള്ളേരെ അടിച്ചോണ്ട് പാചകക്കാരങ്ങ് പോകും. വെറുതെ അറിയാത്ത കാര്യം പറയില്ലേ മാധവ. സത്യം നീ പച്ച സത്യം. എന്താ ശ്രീയേട്ടൻ ഇത്ര ലേറ്റ് ആയത്? സോറി, കുറച്ച് ലേറ്റ് ആയി പോയി. ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഇല്ലാതെ ചോറ് ഇറങ്ങില്ല എന്ന് പറഞ്ഞ് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുക. ആണോ? ആ. എന്നാ ദാ പിടിച്ചോ. സോറി, കുറച്ച് വൈകി പോയി. വേറൊന്നും അല്ലട്ടോ, ശാന്തമ്മയുടെ തീയിലെടുക്കാൻ മറന്നതാ. എന്നിട്ട് രണ്ടാമത് തിരിച്ച് ചവിട്ടേണ്ടി വന്നു. കൂട്ടി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയണം. എടി നീ ഇരിക്കേ. ഇരിക്കടി. ശ്രീയേട്ടനും ഇരിക്കേ, എല്ലാവരും ആവശ്യത്തിന് എടുത്ത് കഴിച്ചോളൂ. ഇതൊക്കെ ഉണ്ടാക്കുന്നതിലല്ലടി, ഈ വിളമ്പുമ്പോൾ ഒരു സന്തോഷമില്ലേ. ഈ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയുടെ കൂട്ടാ എനിക്ക് മനസ്സിലാവാത്തത്. അതൊക്കെ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ മാധവ. അത് അറബിയിലെ ഇതിനെ ക്രിയേറ്റിവിറ്റി എന്ന് പറയും. അത് പഠിച്ചെടുക്കാൻ ലോകത്തൊരു സ്കൂളില്ല. ഈ ക്രിയേറ്റിവിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ശ്രീകുമാർ ഇപ്പൊ കവിത എഴുതാറില്ലേ? ഉവ്വല്ലോ, ഇത്തവണ 1-2 ഞങ്ങൾ സാഹിത്യ അക്കാദമിയിലേക്ക് അയച്ചിട്ടുണ്ട്. എടി 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 എന്നെ കളിയാക്കാനല്ലാതെ നിനക്ക് വേറെ എന്തറിയാം? അതെ, ഈ ക്രിയാത്മകമായിട്ട് പാചകം ചെയ്യുന്ന എല്ലാരും തന്നെ ജന്മന കവികളായിരിക്കും. ഞാൻ എഴുതിയ കൂട്ടുകറിയിലെ മധുരം രമണി വായിച്ചിട്ടില്ലേ? അയ്യോ ഇല്ലല്ലോ. ഇല്ലേ? എരിശ്ശേരിയിൽ വിരിഞ്ഞ പ്രണയം എവിടെ? ശാന്തമ്മ പണ്ട് വായിക്കായിരുന്നല്ലോ. പ്രായമായില്ലേ ശ്രീകുമാർ? അതും ശരിയാ. എന്തായാലും നിങ്ങളുടെയൊക്കെ ആവശ്യം ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ഞാനൊരു കവിത എഴുതും. പ്ലീസ്, ഒറ്റ വാകൂട്ടാ, പ്ലീസ് പ്ലീസ്. എന്താ ശ്രീയേട്ടാ, ഇന്ന് മീൻ വെച്ചില്ലേ? കരിഞ്ഞ മണം. അയ്യോ, എന്താ ശ്രീയേട്ടാ ഇത് കരിഞ്ഞ്? ഒച്ച വെക്കില്ലേ. സോറി. ഞാനിങ്ങനെ മീൻകറി ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോ കവിത എഴുതി അതിൽ ലയിച്ചു പോയത് കൊണ്ട് അടി കരിഞ്ഞ് പുക മുകളിൽ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. സോറി. അച്ഛന്റെ മോള് ഇത് കഴിക്കൂട്ട. നീ ഒന്ന് കൊടുത്തു നോക്കി, അല്ലെങ്കിൽ പട്ടിണിയായി പോകും. നീ കൊടുത്താ കഴിക്കും. കൊടുത്തു നോക്ക്. മോളെ, പുളി തിരുമിയതുണ്ട്, നല്ല രുചിയുള്ള അച്ഛന്റെ കവിതയുണ്ട്. കവിതയും കൂട്ടി ഉരുട്ടി മൂക്ക് വായി വെച്ച് തരട്ടെ. എടീ കോപ്പേ, എന്റെ കവിതയെ കുറിച്ച് പോലും പറഞ്ഞല്ലോ. പറയുന്ന കേട്ടതൊന്നും കവിത നിങ്ങളുടെ അമ്മായിയപ്പന്റെ മോളാണ്. അതേടി, നിനക്കൊന്നും എന്നെ വലിയ വിലയില്ല. അതേ, എന്നെ ഇങ്ങനെ കളിയാക്കാന്നല്ലാതെ എന്റെ ഏതെങ്കിലും ഒരു കവിത നീ വായിച്ചു നോക്കിയിട്ടുണ്ടോ? അതെങ്ങനെയാ? ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടുന്നത് സ്വന്തം വീട്ടിൽ നിന്ന്. ഇത് അതില്ല. ചങ്ങമ്പുഴ രമണം പിള്ളയ്ക്ക് പോലും അതായിരുന്നടി അവസ്ഥ. വെറും പച്ച പൈങ്കിളി അയച്ചു കൊടുത്ത മാ പ്രസിദ്ധീകരണത്തിൽ പോലും എടുക്കൂല. എടി, ഇന്ന് നിന്നെ ഹലോ, സുജയോ? ഉണ്ടല്ലോ. ആരാ? സുജേ. എന്താ ശ്രീയേട്ടാ? ഫോൺ. ആരാ ശ്രീയേട്ടാ? ആരാ? നിന്റെ ഒരുപാട് കിന്നിരിക്കാനൊന്നും നിൽക്കണ്ട. ഹലോ. ഞാനാടി ടോമി ഈപ്പൻ ദേവസി. അയ്യോ, ആരാ ഇത്? ടോമി ചായനോ? ഇത് എവിടുന്നാ? ഇവിടെ കാഞ്ഞിരപ്പള്ളിന്ന് തന്നെ ആന്നേ. ഒന്ന് പതുക്കെ പോടാ തെമ്മാടി. ഏത് പെണ്ണിനോടാ ഈ ലാത്തി? ലീനെ. എടി എന്നാടി, നീ നമ്മളെയൊക്കെ അങ്ങ് മറന്നായിരുന്നു. നിന്റെ ഈ നമ്പർ ഒന്ന് തപ്പിപ്പിടിക്കാൻ പെട്ട പാട്. ഉവ്വ് നിനക്ക് വല്യമ്മച്ച വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴാ കാണുന്നേ? ടോമി ചായോ എന്നോടാണോ? അല്ലായേ,
ഈ ഫോണിൽ പറഞ്ഞതാണേ. എന്റെ ഈശോയെ, ഈ നാട്ടിലെ പെമ്പിള്ളേർക്ക് വേറെ പണിയില്ലായോ? അയ്യോ, ഇതെന്നാ പറ്റി? ആ നല്ല മുടി എന്നാത്തിനാ മുറിച്ചു കളഞ്ഞേ? മുടിയോ? ഈ ടോമിച്ചായന് ഇതെന്നെ പറ്റി? ഹ, അത് ഇവിടെ പറഞ്ഞ കാടി. നമ്മുടെ പണിക്കരടത്ത എൽസി ഇല്ലായോ, അവരോട്. അപ്പൊ പഴയ സ്വഭാവം ഒന്നും മാറിയിട്ടില്ല അല്ലേ? എങ്ങനെ മാറാനാടി? ഞാൻ ഒന്നുമില്ലേലും ആ പഴയ കാഞ്ഞിരപ്പള്ളിക്കാരൻ അച്ചായനല്ലായോ? വെറുതെ കുടുംബക്കാരെ പറയിപ്പിക്കാത്ത തെമ്മാടി. ഇപ്പോഴും തന്നെ മഞ്ഞും കുളിരും നനുത്ത ഓർമ്മകളും കോണിയാക്കും. അതൊക്കെ തന്നെയല്ലേ? ആ ചിരിക്കുന്നു. മോളെന്നാ പറയുന്നു? ഓ, അവളും മിടിക്കായിട്ടിരിക്കുന്നു. ശരി, ഇടയ്ക്ക് വിളിക്കണേ. ഓ, കഴിക്കേ. എന്തിനാ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? എത്ര നാള് കൂടിയിട്ടാ ടോമിച്ചായൻ വിളിക്കുന്നതെന്നറിയോ? ഏയ്, അവൻ നിന്നെ വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ തന്നെയല്ലേ പിന്നെ പിന്നെ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? മതി. ഓ, എന്റെ ശ്രീയേട്ടാ, വളരെ മോശമാണ് കേട്ടോ ഇത്. കാലം എത്രയായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്? മോളുണ്ടായെന്ന് അറിഞ്ഞിട്ട് കൂടി എന്റെ വീട്ടുകാർ ആരെങ്കിലും ഒന്ന് വിളിക്കണ്ടോ? ആകെ ഞാൻ ജീവിച്ചിരിക്കണ്ടോന്ന് അറിയാൻ വിളിക്കുന്ന ആളാ ടോമിച്ചായൻ. ടോമിച്ചായനോട് ഞാൻ വിളിക്കണ്ടെന്ന് പറയണോ? വേണ്ടടി, പറയണ്ട, വിളിച്ചോട്ടെ. അവളുടെ ഒരു ടോമിച്ചായൻ. ഇങ്ങനാണെങ്കിൽ ഇനി ടോമിച്ചായൻ വിളിക്കുമ്പോ ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്ക്. ഫോൺ തരണ്ട, പോരെ? ഏത് നേരത്താണാവോ ടോമിച്ചായൻ എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയാൻ തോന്നിയത്? എന്നാ പിന്നെ അവനെ തന്നെ കെട്ടായിരുന്നില്ലേ? മതിയായിരുന്നു. എന്ത്? ഓ, മനസമാധാനം പോയെന്ന് പറഞ്ഞതാ. മോളെ, അച്ഛനോട് പോയി കുളിക്കാൻ പറ. ആ ചൂടൊന്ന് ആറട്ടെ. അച്ഛൻ ഒന്ന് പോയി കുളിക്കച്ചാ, തണുക്കട്ടെ. നിന്റെ അമ്മയുടെ അച്ഛൻ ഇറക്കിട്ടോ. നിന്റെ തള്ളയോട് പറയടി. അമ്മ, ഞാൻ പോണു കേട്ടോ. വാ പിള്ളേരെ വേഗം. ആരാ? ശ്രീകുമാറില്ലേ? ഉവ്. ഞങ്ങള് വടക്കും ഭാഗത്തുനിന്നാ. കുട്ടികളെ ശ്രീകുമാറിന്റെ അടുത്ത് ട്യൂഷനാക്കാൻ വന്നതാ. ട്യൂഷനോ? അതെ, ട്യൂഷൻ. കുട്ടികള് പാചകത്തിന് വളരെ മോശ. കെട്ടിച്ചുവിടാനുള്ളതല്ലേ, അതാ. അന്യ വീട്ടിൽ ചെന്നൊന്നും വെക്കാൻ അറിയില്ലെന്ന് പറഞ്ഞാ അത് മോശാവൂലേ? അതുകൊണ്ടാ. കുടുംബശ്രീയിൽ വന്നപ്പോ ശ്രീകുമാറാ പറഞ്ഞത് 3 മാസം കൊണ്ട് എല്ലാം പഠിപ്പിക്കാന്ന്. അല്ല, അത് പിന്നെ വേറൊന്നുമില്ല, അവർക്കൊരു ഉപകാരവും എനിക്കൊരു ചെറിയ വരുമാനമാവില്ലെന്ന് വിചാരിച്ചിട്ടാ. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. ഇപ്പൊ വരാട്ടോ. ഇവിടെ ചേച്ചിയുടെ ഭരണമെന്നാ തോന്നുന്നത്. എന്താ ഉദ്ദേശം? ഒന്നുമില്ല. വേറെ 1 മാസം കൊണ്ട് എന്നെ പഠിപ്പിച്ചതാ ദാ ബാഗും തൂക്കി അവിടെ നിൽക്കുന്നത്. അയ്യേ, വെറുതെ മനുഷ്യരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കല്ലേ. നീ എന്തൊക്കെയാ പറയും? എടി ദേ, ദാ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. മോള് വാ. ശ്രീയേട്ടൻ ട്യൂഷന് ഫീസ് ഒന്നും വാങ്ങിക്കില്ല. പിന്നെ ഇവരുടെ കൂടെ ക്ലാസ്സില് നിങ്ങളും കൂടെ ഇരുന്നോളൂ. ആയിക്കോട്ടെ. നിങ്ങൾ കയറിയിരിക്കേ, ഞാൻ മോളെ വിട്ടിട്ട് വരാം. സുജയ, നിനക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ലല്ലോ അല്ലേ? അതിന് ഞാൻ ശ്രീകുമാർ അല്ലല്ലോ.